എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് കേക്ക് റെസിപ്പീസൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും വാലൻറ്റൈൻസ് ഡേ ഒക്കെ വരില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടുള്ള ഒരു എഗ്ലെസ് ആയിട്ടുള്ള റെഡ് വെൽവെറ്റ് മാർബിൾ കേക്കാണ് ഇന്നത്തെ റെസിപ്പി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓവനും ബീറ്ററും ഒന്നും ഇല്ലാണ്ട് സിമ്പിളായിട്ട് കൈ വെച്ച് തന്നെ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. മുട്ടയൊന്നും ഇല്ലാത്ത കേക്ക് ആയതുകൊണ്ട് തന്നെ മുട്ട കഴിക്കാത്തവർക്കും ഇത് ട്രൈ ചെയ്യാമല്ലോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് അധികം വൈകാതെ തന്നെ ഇതിൻ്റെ റെസിപ്പി കണ്ടിട്ട് വരാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് 1/2 ഗ്ലാസ് പാൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. 1/2 ഗ്ലാസ് പാലിലേക്ക് ഒരു 2 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കുക. അപ്പോൾ അത് നല്ലൊരു ബട്ടർ മിൽക്കായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ എഗ്ഗൊന്നും ഇല്ലാത്ത കേക്ക് ആയതുകൊണ്ട് ഇങ്ങനെ ചെയ്താലേ നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടുള്ളൂ. ഇനി മറ്റൊരു പാത്രത്തിലേക്ക് ഒരു അരിപ്പ് വെച്ചിട്ട് ഒരു 1.5 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനൊരു 5 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ പാൽപ്പൊടി നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇതുപോലെ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് വരും കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനൊരു 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ഒരു നുള്ളു ഉപ്പ്, ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അരിച്ചിട്ട് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. ഇപ്പോഴേക്കും നമ്മുടെ ഒരു ബട്ടർ മിൽക്ക് റെഡി ആയിട്ടുണ്ട്. അത് ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര പൊടിച്ചത് ഒരു 1/4 കപ്പും പിന്നെ 1 ടേബിൾ സ്പൂണും കൂടി ഉണ്ട് കേട്ടോ. അത്രയും പൊടിച്ച പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കുകയാണ്. പിന്നെ ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുത്തു. അപ്പോഴേ കറക്റ്റ് നല്ലൊരു സ്മെല്ലുണ്ടാവുള്ളൂ. അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി ആ ഒരു പഞ്ചസാരയുടെ തരിയൊന്നും ഒട്ടുമില്ലാണ്ട് അലിയിച്ചെടുക്കണേ. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി യോജിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ പൊടിയില്ലേ, നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള മൈദപ്പൊടി, അത് കുറേശ്ശായിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഒന്നിച്ചെടുക്കരുത്, കുറച്ചായിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ഞാനിവിടെ 1/2 ഗ്ലാസ് പാലും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പാൽപ്പൊടി ചേർത്തിട്ടുണ്ടല്ലോ, പാൽപ്പൊടി ഇല്ലാത്തവർ പാൽപ്പൊടി ചേർക്കണ്ട, പകരം ഈ പാല് മാത്രം മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിലാണ്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ മിക്സായി കഴിയുമ്പോൾ ഇതിൻ്റെ പകുതി ബാറ്റർ വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കൊക്കോ പൗഡർ കയ്യിലില്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. പിന്നെ നമുക്ക് റെഡ് കളർ വേണ്ട, അതിന് ഞാൻ 2 ഡ്രോപ്പ് സൂപ്പർ റെഡ് കളർ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ഡ്രോപ്പ് തന്നെ കുറച്ച് പാല് ബാക്കിയുണ്ടായിരുന്നു 1/2 ഗ്ലാസ്സിൽ, അതും ഇതിലേക്ക് ചേർത്തൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം കട്ടിക്ക് തന്നെ വേണം മാർബിൾ കേക്കിൻ്റെ ബാറ്റർ, അല്ലെങ്കിൽ ആ 2 കളർ തമ്മിൽ മിക്സ് ആവും കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി ഞാൻ ബട്ടർ പേപ്പറൊക്കെ ഇട്ട് സൈഡിലൊക്കെ ഓയിൽ തടവിയിട്ട് വെച്ചിട്ടുള്ള പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓരോ ബാറ്ററായിട്ട് ഒഴിച്ചു കൊടുക്കുക. ആദ്യം വെള്ള കളറുള്ള ബാറ്റർ ഒഴിക്കുക, അതിൻ്റെ നടുവിൽ റെഡ് ഒഴിക്കുക കേട്ടോ. അങ്ങനെ മിക്സ് ആവാണ്ട് നടുവിലായിട്ട് ഒഴിച്ചിട്ട് മുഴുവനായിട്ട് തീർക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നല്ല വൃത്തിയിൽ കിട്ടണമെങ്കിൽ ഒട്ടും തന്നെ അങ്ങോട്ട് പരക്കാണ്ടൊക്കെ ഒഴിക്കണേ. പിന്നെ നമ്മൾ ഈ സമയം കൊണ്ട് ഏത് പാത്രമാണോ നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രം ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ചീനച്ചട്ടിയിൽ ഒരു തട്ടൊക്കെ വെച്ചിട്ട് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഇതും ഒഴിച്ച് കഴിക്കട്ടെ. ഇനി ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ ടാപ്പ് ചെയ്യുക, പിന്നെ ഒരു സ്ക്യൂർ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കി കൊടുക്കുക. അപ്പോൾ ഒരു ഡിസൈൻ വരുമല്ലോ, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്കിതെടുത്തിട്ട് നമ്മുടെ ചീനച്ചട്ടീൻ്റെ ഉള്ളിലേക്ക് വെക്കാം കേട്ടോ. അപ്പോൾ അതിവിടെ നന്നായിട്ട് ചൂടായിട്ടിരിക്കുന്നുണ്ട്. നന്നായിട്ട് അടച്ച ശേഷം ഞാൻ ആദ്യത്തെ 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലും പിന്നെ ഒരു 35 മിനിറ്റോളം ലോ ഫ്ലെയിമിലും വെച്ചിട്ടാണ് ബേക്ക് ചെയ്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒന്ന് നോക്കിയാൽ മതി, ഒരു 35-40 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ഒന്ന് കുത്തി നോക്കുക. ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ അതേ നല്ല പൊന്തി നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ കേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഫുള്ള് ചൂടാറിയിട്ടില്ല കേട്ടോ, അതുകൊണ്ട് അത്ര അങ്ങനെ പിടിക്കാൻ പറ്റുന്നില്ല. എന്തായാലും ഞാനിത് നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ടും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ദേ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി റെഡ് വെൽവെറ്റ് മാർബിൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് വെറുതെ ഇങ്ങനെ വിസ്ക് വെച്ചൊന്ന് ഇളക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കേക്കാണ്. മുട്ട പോലും ചേർത്തിട്ടില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ.
അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എന്നും പറയുന്ന പോലെ ഇതിനൊരു ലൈക്ക് തരണേ. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. അപ്പോൾ നോട്ടിഫിക്കേഷൻസൊക്കെ കറക്റ്റായിട്ട് കിട്ടും. പിന്നെ പ്രാർത്ഥനാസ് വേൾഡിലും ഞാൻ നല്ല നല്ല കൊച്ചു കൊച്ചു ടിപ്സും വീഡിയോസും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം കണ്ടു നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഇനിയപ്പോൾ നാളെ വരാം കേട്ടോ. അതുവരെ എല്ലാവർക്കും നന്ദി. കീപ്പ് വാച്ചിങ്, കീപ്പ് സപ്പോർട്ടിങ്. താങ്ക്